students, welcome back to Bosco Campus Vision. In the previous session, we discussed about socialist economy. So now we are moving on to the next type of economic system, that is capitalist economy. So in this session, we will look into the main features, advantages and disadvantages of capitalist economy. So a capitalist economy is also known as market economy or free market economy. It is an economic system based on a free market, open competition, profit motive and private ownership of the means of production. സോ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ മറ്റ് രണ്ട് പേരുകളാണ് മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കണോമി. സോ പേര് പോലെ തന്നെ ഈ ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, അതുപോലെ തന്നെ ഫ്രീ മാർക്കറ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് ഫുള്ളി ഗവൺമെൻറ് കൺട്രോൾഡ് എക്കണോമി പോലെയല്ല, അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പിൻ്റെ എക്സിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ മാർക്കറ്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ്. സോ ഈ ഒരു എക്കണോമിയിലെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ബേസിസിലാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. And capitalism encourages private investment and business compared to a government-controlled economy. Investors in these private companies, such that shareholders, also own the firms and are known as capitalists. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് ഫുള്ളി ഗവൺമെൻറ് കൺട്രോൾഡ് എക്കണോമി അല്ല. അതിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റ് ബിസിനസ്സും പ്രൈവറ്റ് കമ്പനീസും അതുപോലെ ടോട്ടലി ഒരു പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഇക്കണോമിയാണ്. സോ ഈ പ്രൈവറ്റ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് പോലും അവർ ആക്ച്വലി കമ്പനീസിൻ്റെ ഓണേഴ്സായിട്ടാണ് അറിയപ്പെടുന്നത്. സോ ഇവരെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇൻ പ്രൈവറ്റ് കമ്പനീസ് ഓൾസോ ഓൺ ദ ഫേംസ് ആൻഡ് ആർ നോൺ ആസ് ക്യാപിറ്റലിസ്റ്റ്. സോ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത് ഒരു ഫ്രീ മാർക്കറ്റ്, ഓപ്പൺ കോമ്പറ്റീഷൻ, പ്രോഫിറ്റ് മോട്ടീവ് എല്ലാം പ്രിവെയിൽ ചെയ്യുന്ന പ്രൈവറ്റ് ഓണർഷിപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടി വരുന്ന ഒരു എക്കണോമിയാണ്. ആൻഡ് USA, UK, ജർമ്മനി, നെതർലാൻഡ്സ്, കാനഡ ആർ സം ഓഫ് ദ പോപ്പുലർ മാർക്കറ്റ് എക്കണോമീസ് ഇൻ ദ വേൾഡ്. സോ മാർക്കറ്റ് എക്കണോമി ഇല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ എക്സാമ്പിൾസ് ആണ് USA, UK, ജർമ്മനി, നെതർലാൻഡ്സ് ആൻഡ് കാനഡ. ഈ കൺട്രീസിലെല്ലാം തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് പ്രിവെയിൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബേസിക് കൺസെപ്റ്റ് റിഗാർഡിംഗ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഓർ മാർക്കറ്റ് എക്കണോമി ഓർ ഫ്രീ മാർക്കറ്റ് എക്കണോമി. നെക്സ്റ്റ് we will look into some of the main features of capitalist economy. So the first feature is that it is based on the principles of capitalism. സോ ക്യാപിറ്റലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ് ഈ ഒരു എക്കണോമി ഫോം ചെയ്തിരിക്കുന്നത്. സോ ക്യാപിറ്റലിസത്തിൻ്റെ തിയറി പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ആൻ എക്കണോമി. ഒരു എക്കണോമിയിൽ പ്രൈവറ്റ് ഓണർഷിപ്പിനും അവരുടെ പാർട്ടിസിപ്പേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ലീസ്റ്റാണ്. പ്ലാൻഡ് എക്കണോമിയിൽ ഫുള്ളി ഒരു ഗവൺമെൻറ് കൺട്രോൾഡ് എക്കണോമിയാണ്. പക്ഷേ ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുള്ളി ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ബേസ്ഡ് എക്കണോമിയാണ്. And the next main feature of capitalist economy is that prices are determined by the forces of demand and supply. സോ ഇത് നമ്മൾ കൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ബേസിസിലായിരിക്കും. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈയും കൂടുന്നതനുസരിച്ച് ഒരു പ്രൈസ് ആയിരിക്കും, അത് കുറയുന്നതനുസരിച്ച് മറ്റൊരു പ്രൈസ് ആയിരിക്കും. സോ ദ പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Next, the means of production and other resources are owned and operated by individuals and companies. സോ ഇവിടുത്തെ പലതരം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ റിസോഴ്സിൻ്റെ മാനേജ്മെൻറ്റും ഓപ്പറേഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസും കമ്പനീസും ആണ്. നേരത്തെ പ്ലാൻഡ് എക്കണോമിയിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഗവൺമെൻറ് തന്നെയായിരുന്നു. ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസും കമ്പനീസുമാണ്. നെക്സ്റ്റ്, there is absence or minimal intervention of government in the market. സോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ ചില കേസസിൽ മിനിമലാണ്. ചില എമർജൻസി കേസസിൽ മാത്രമേ ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഫുള്ളി പ്രൈവറ്റ് പാർട്ടീസ് തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. നെക്സ്റ്റ്, ഇറ്റ് എയിംസ് അറ്റ് മാസ് പ്രൊഡക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ.
സോ പ്രൈവറ്റ് കമ്പനീസ് ആയതുകൊണ്ട് തന്നെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷനാണ്. ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ബേസിസിൽ മാസ് പ്രൊഡക്ഷനാണ് എപ്പോഴും ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ദർ ഇസ് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കൺസ്യൂമേഴ്സ്. സോ ഈ ഒരു എക്കണോമിയിൽ അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസും ഇൻ്റർവെൻഷൻസും ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുഡ്സും സർവീസസും കൺസ്യൂമേഴ്സിലേക്ക് ഫ്രീ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ആ ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ പ്രൈസ് നൽകിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഗുഡ്സും സർവീസസും ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. So these are the main features of a capitalist economy or free market economy. Next we will look into some of the main advantages and disadvantages of capitalist economy. So the first main advantage is that there is optimum utilization of resources. So limited ആയിട്ടുള്ള റിസോഴ്സസ് തന്നെ മോസ്റ്റ് എക്കണോമിക്കൽ വേയിലാണ് ഈ ഒരു എക്കണോമിയിൽ യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് കമ്പനീസും പ്രൈവറ്റ് ഓണർഷിപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ കീൻ കോമ്പറ്റീഷനാണ്. പ്രൊഡ്യൂസേഴ്സും ഓൺട്രപ്രണേഴ്സും ഒക്കെ തമ്മിൽ കീൻ കോമ്പറ്റീഷൻ നടത്തിയാണ് ഈ ഒരു എക്കണോമിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആയാലും ഓൺട്രപ്രണേഴ്സിൻ്റെ ആയാലും മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് മോട്ടീവിൻ്റെ ബേസിസിലാണ് ഇവിടെ കമ്പനീസ് റൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആകുന്ന എല്ലാ റിസോഴ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദെയർ ഇസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നെക്സ്റ്റ് there is availability of varieties of consumer goods. സോ നമ്മൾ പറഞ്ഞു ഇവിടെ കീൻ കോമ്പറ്റീഷനാണ്. സോ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൈസിൻ്റെ കേസിൽ മാത്രമല്ല, ഷേപ്പിലും ഡിസൈനിലും കളേഴ്സിലും പ്രൊഡക്ട്സിൻ്റെ പാക്കിങ്ങിലും എല്ലാം ആ ഒരു കോമ്പറ്റീഷൻ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. സോ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ഇവിടെ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആകുന്നത്. അവരുടെ ഇഷ്ടത്തിനും ഇൻകത്തിനും ഒക്കെ അനുസരിച്ചുള്ള പ്രോഡക്റ്റ് അവർക്ക് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാനായിട്ടും സാധിക്കും. Next is innovations. Entrepreneurs are always on the lookout for new ideas to be applied to production. They try to beat each other in innovations. സോ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടാണ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ മറ്റൊരു കമ്പനിയെ ബീറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഇന്നോവേഷൻസ് വഴി പുതിയ പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. ആൻഡ് ദിസ് ഫൈനലി ലീഡ്സ് ടു റാപ്പിഡ് എക്സ്പാൻഷൻ, ഗ്രേറ്റർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഗ്രോത്ത്. സോ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത് എക്കണോമിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് തന്നെ വളരെ നല്ലതാണ്. ആൻഡ് ദ ഫൈനൽ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ദർ ഇസ് ഫ്ലെക്സിബിലിറ്റി. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു എക്കണോമിയാണ്. കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ചില സർക്കംസ്റ്റൻസസും അനുസരിച്ച് നമുക്ക് എക്കണോമീസിൽ ചേഞ്ച് വരുത്താവുന്നതാണ്. സോ സർക്കംസ്റ്റൻസസും സിറ്റുവേഷൻസും അനുസരിച്ച് തന്നെ എക്കണോമി ഓട്ടോമാറ്റിക്കലി മാറുന്നത് കൊണ്ട് അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിയാണെന്ന് നമുക്ക് പറയാം. So these are the main advantages of capitalist economy. Next we will look into some of the main disadvantages of capitalist economy. First of all, there is inequality in the society. സോ ഇവിടെ ഈ ഒരു എക്കണോമിയിൽ മെയിനായിട്ടും ഒരു സെക്ടർ മാത്രമാണ് ഗ്രോ ചെയ്യുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് മോട്ടീവ്, ഇൻഹെറിറ്റൻസ് ഓഫ് ദ പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ടൊക്കെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ടുള്ളവർ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. So in this type of economy, the rich people become richer, whereas the poor always stays as poor. So the basic disadvantage of capitalist economy is the inequality that is prevailing in the society. Next is economic instability. സോ കോമ്പറ്റിറ്റീവ് സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബൂം പീരീഡും ഡിപ്രഷൻ പീരീഡും എല്ലാം നല്ല രീതിയിലായിരിക്കും എഫക്റ്റ് കാണിക്കുന്നത്. ബൂം പീരീഡിലൊക്കെ നല്ല രീതിയിൽ എക്കണോമി പോവുമെങ്കിലും ഡിപ്രഷൻ ടൈം ആകുമ്പം ഒരു മാസ് അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് പീപ്പിളും വർക്കിംഗ് ക്ലാസ് പീപ്പിളും ഒക്കെ ഒത്തിരി ആ ഒരു ടൈമിൽ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഒരു സ്റ്റേബിൾ അല്ലാത്ത എക്കണോമി ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഈസ് കൺസിഡർഡ് ടു ബി അനദർ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. നെക്സ്റ്റ് ദർ ഇസ് മൊണോപ്പൊളി ഇൻ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ലോങ് റണ്ണിലേക്ക് വന്നു കഴിയുമ്പോൾ ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളത് കുറഞ്ഞ് സിംഗിൾ പ്രൊഡ്യൂസർ എന്നൊരു ലെവലിലേക്ക് വരും. ബിക്കോസ് നല്ല പ്രോഡക്ട്സ് ചീപ്പ് റേറ്റിന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സ് ഒരു പ്രോഡക്റ്റിനെ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സോ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കേസസിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് എല്ലാം പ്രൊഡക്ഷൻ നിർത്തും. അങ്ങനെ അവർ ആ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആവും. സോ അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന ഒറ്റൊരു പ്രൊഡ്യൂസറായിരിക്കും ആ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. So the benefits of competition will be lost in the long run.
ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ തുടക്കത്തിൽ കോമ്പറ്റീഷനൊക്കെ പ്രിവെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഈ ഒരു മൊണോപ്പൊളിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അവിടെ വരും. അങ്ങനെ വരുമ്പോൾ കൺസ്യൂമേഴ്സിന് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് നഷ്ടപ്പെടുന്നത്. ആൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് കോമ്പറ്റീഷൻസ് വിൽ ബി ലോസ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് സോഷ്യൽ കോസ്റ്റ് ആർ വെരി ഹൈ. സോ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം അവർ ശ്രദ്ധിക്കാറില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് സോഷ്യൽ കോസ്റ്റ് ആർ വെരി ഹൈ ഇൻ കേസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. The environment is getting polluted day by day because the factory waste are not properly disposed of. ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻവയൺമെൻറ്റ് ഡേ ബൈ ഡേ പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്കണോമി നല്ല രീതിയിൽ വളരുന്നുണ്ട്, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദ സോഷ്യൽ കോസ്റ്റ് അറൈസിങ് ഔട്ട് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഈസ് കൺസിഡർഡ് ടു ബി വെരി ഹൈ. So these are the main disadvantages of capitalist economy. So in this session we discussed the concept of capitalist economy, the main features, advantages and disadvantages of capitalist economy. Hope all are clear with the topic. Thank you.